ഇന്നത്തെ റെസിപ്പി പടവലങ്ങ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന അടിപൊളി ടേസ്റ്റിലുള്ളൊരു തോരൻ്റെ റെസിപ്പിയാണ്. നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണെങ്കിലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഇത് വളരെ മുന്നിട്ട് നിൽക്കുന്ന റെസിപ്പിയാണ്. നിങ്ങളെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. മുക്കാൽ കിലോ പടവലങ്ങ ഉപയോഗിച്ചാണ് ഞാൻ ഈ തോരൻ ഉണ്ടാക്കുന്നത്. നമ്മൾ തോരനുള്ള പടവലങ്ങ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും വൈറ്റ് കളറുള്ള പടവലങ്ങയാണ് കൂടുതൽ ടേസ്റ്റ്. ഗ്രീൻ കളറുള്ള പടവലങ്ങ ഉപയോഗിച്ച് തോരൻ ഉണ്ടാക്കുമ്പോൾ വൈറ്റ് കളറുള്ള പടവലങ്ങ കൊണ്ട് ഉണ്ടാക്കുന്ന അത്ര ടേസ്റ്റ് കിട്ടുന്നില്ല. ഞാൻ എടുത്തു വച്ചിരുന്ന പടവലങ്ങ ഇവിടെ ചെറുതായി മുറിച്ചെടുത്തു. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/2 കപ്പ് ചെറുപയർ പരിപ്പാണ്. ഇത് കുതിർത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിത് ഒട്ടും ഓയിൽ ചേർക്കാതെ ഒന്ന് വറുത്തെടുക്കണം. ഇത് ഒരുപാട് ടൈമൊന്നും നമുക്ക് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ തീയിൽ വെച്ച് 2 മിനിറ്റ് വറുക്കുമ്പോഴേക്കും ഇത് റെഡിയായി കിട്ടും. ഇപ്പം ഇതിവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പടവലങ്ങ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ചെറുതായി മുറിച്ച് വെച്ചിരുന്ന പടവലങ്ങയും ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം ഇത് വേവിക്കാനുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് വെന്ത് വരുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ വെള്ളം ചേർക്കേണ്ടതുള്ളൂ. ഇത് അധികം വെന്തുടയാത്ത വിധം വേണം വേവിച്ചെടുക്കാൻ. ഈ ടൈമിൽ ഞാനിതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. നമ്മളിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കുമ്പോഴും ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട. ഇപ്പം ഇത് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതിൽ കൂടുതലുള്ള വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പം ഇതിലെ വെള്ളമൊക്കെ വറ്റി ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഐറ്റംസ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാനിവിടെ എടുക്കുന്നത് ചെറിയ ഉള്ളി 10 എണ്ണം, 4 അല്ലി വെള്ളുള്ളി, 4 പച്ചമുളക്, എരിവിന് ആവശ്യത്തിനുള്ള ഉണക്കമുളക്, അല്പം കറിവേപ്പില, 1 കപ്പ് തേങ്ങ. ഇതെല്ലാം കൂടെ ഇനി നമുക്കൊന്ന് വറുത്തെടുക്കണം. നമ്മൾ സാധാരണ ഒരു തോരനിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസുകൾ തന്നെ ഈ തോരനിലും ചേർക്കുന്നുള്ളൂ. എന്നാൽ ഇത് ചേർത്ത് കൊടുക്കുന്ന വ്യത്യാസം കൊണ്ടാണ് ഈ തോരന് ടേസ്റ്റ് കൂടുന്നത്. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന തേങ്ങ ചിരവി എടുത്തത് തന്നെ ചേർക്കണം. ചതച്ചെടുത്ത തേങ്ങ ചേർത്ത് കൊടുക്കരുത്, അപ്പോൾ ഈ ടേസ്റ്റ് കിട്ടില്ല. ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന വെള്ളുള്ളിയും ചെറിയ ഉള്ളിയും ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് ഗോൾഡൻ നിറത്തിലൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ചെറിയ ഉള്ളിയും വെള്ളുള്ളിയും അരിഞ്ഞെടുത്തത് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കരുത്. ഇപ്പം ഇത് ഗോൾഡൻ നിറത്തിൽ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. ഇപ്പം ഇതിലേക്ക് തേങ്ങയും ചേർത്ത് കൊടുത്തു. ഇനി ഇത് ചെറിയ തീയിൽ വെച്ച് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം തേങ്ങ 1 മിനിറ്റ് വഴറ്റിയെടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന പച്ചമുളക്, ഉണക്കമുളക്, വേപ്പില ഇത് 3ഉം ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം ഇതിവിടെ റെഡിയായിട്ടുണ്ട്. നമ്മളിത് 2 മിനിറ്റ് വഴറ്റിയെടുത്തപ്പോഴേക്കും ഇതിൽ നിന്ന് നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരുന്ന പടവലങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പം ഇതിലേക്ക് പടവലങ്ങയും ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം 2 മിനിറ്റ് വഴറ്റിയെടുക്കണം. ഇതിൽ ഉപ്പും എരിവൊക്കെ കുറവുണ്ടെങ്കിൽ ഈ ടൈമിൽ ക്ലിയർ ചെയ്തെടുക്കണം.
നമ്മളിത് വഴറ്റിയെടുക്കുമ്പോൾ തന്നെ നമ്മളിതിൽ ചേർത്ത് കൊടുത്ത തേങ്ങ ചൂടായി വരുന്നതിൻ്റെ നല്ലൊരു സ്മെല്ലും പച്ചമുളക് ചൂടായി വരുന്നതിൻ്റെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അടുപ്പും ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് 1 മിനിറ്റ് അടച്ചു വെക്കണം. ഇപ്പോൾ 1 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് തുറന്നു. നമ്മുടെ വളരെ ഹെൽത്തിയായ തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വിളമ്പാവുന്നതാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസുകൾ ഉപയോഗിച്ച് വളരെ ടേസ്റ്റി ആയിട്ടുണ്ടാക്കിയ ഈ റെസിപ്പി നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികൾക്ക് വേണ്ടി എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുക. എൻ്റെ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ നിങ്ങൾക്കെല്ലാം സലാം.